നാലാം ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. പലർക്കും സംശയമുണ്ട് എത്രയാളാണ് പുറത്തേക്ക് പോകുന്നത്, എത്രയാൾ അകത്തേക്ക് കയറും എന്നൊക്കെ. ഇപ്പോൾ വന്ന വോട്ടിംഗ് കണക്ക് പ്രകാരം ശ്രീധുവാണ് 1-ാം സ്ഥാനത്തും അതേപോലെ തന്നെ 2-ാം സ്ഥാനത്ത് ഋഷിയുമാണ്. പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു ഗബ്രി പോയോ, അതേപോലെ തന്നെ പല ഫേസ്ബുക്ക് പേജുകളിലൊക്കെ നോറ പുറത്തായി, യമുന പുറത്തായി എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഈ വാർത്തയുടെ സത്യം എന്ന് നമുക്ക് നോക്കാം. ആരാണ് പുറത്തായതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ 4-ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച 5 വൈൽഡ് കാർഡ് അല്ലെങ്കിൽ 6 വൈൽഡ് കാർഡ് ഉണ്ടാവും. സീക്രട്ട് ഏജൻറ്റ് ഉണ്ട്, സീക്രട്ട് ഏജൻറ്റ് ഉള്ളിലെത്തി എന്നുള്ള ഏകദേശം വാർത്തകളൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 99% കൺഫേമായ വാർത്തയാണ്. അപ്പോൾ ഈ ആഴ്ച എന്ത് തന്നെയായാലും ഒരാൾ പുറത്തേക്ക് പോകും. കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ പ്രക്രിയ ഇല്ലായിരുന്നു, ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയയുണ്ട്. എവിക്ഷൻ പ്രക്രിയയിലൂടെ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത്, ഏറ്റവും അവസാനത്ത് നിൽക്കുന്നത് നമ്മുടെ നോറയും അതേപോലെ തന്നെ യമുനയുമാണ്. തുടക്കം തൊട്ടേ ഇവർക്ക് തന്നെയായിരുന്നു ഏറ്റവും വോട്ട് കുറവും, അതിൽ ഏറ്റവും കുറവ് യമുനയ്ക്ക് തന്നെയായിരുന്നു. അതേപോലെ തന്നെ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ യമുന പുറത്തേക്ക് പോയി എന്നുള്ള വാർത്ത പുറത്ത് വന്നിരുന്നു. നമ്മളൊക്കെ ആ വാർത്ത നേരത്തെയും കൊടുത്തിരുന്നു. എന്നാൽ പലർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്, ആരാണ് പോയത്, നോറ പോയി, ഗബ്രി പോയി എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ കണ്ടു. ഗബ്രി ഔട്ടായിട്ടില്ല, നോറയും ഔട്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഔട്ടായത്, പുറത്തേക്ക് പോയത്, വോട്ടിംഗ് പ്രക്രിയയിലൂടെ പുറത്തായത് യമുന തന്നെയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. യമുനയാണ് ഈ ആഴ്ച പുറത്തേക്ക് പോയത്. എവിക്ഷൻ പ്രക്രിയയിലൂടെ വോട്ടടിസ്ഥാനത്തിൽ യമുന പുറത്തായി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. ഏകദേശം ഒരു കൺഫേംഡ് ആയ ഒരു വാർത്ത തന്നെയാണത്.